വെക്കേഷനൊക്കെ അല്ലടോ ഒരു നമുക്ക് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കിയാലോ ക്യൂട്ടായി എലാസ്റ്റിക് ചിത്രം തന്നെ പിടിക്കാം. വെക്കേഷനായിട്ട് സമയം പോണതോ ദിവസം പോണതോ ഒന്നും അറിയുന്നില്ല. അപ്പം നമുക്കൊരു ക്യൂട്ട് ആൻഡ് ചിത്രം വരച്ചിട്ട് ഇവിടെ കാണുന്ന ഈ ചിത്രമാണ് ഞാൻ വരച്ചിട്ടുള്ളത്. ഇതിൽ കണ്ട ആ ചിത്രമാണ് ഞാൻ വരച്ചെടുത്തിട്ടുള്ളത് ഗൈസ്. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്തെടുത്ത് ഇത്രയൊക്കെ വരച്ചെടുത്തു. ഇനി ഒന്ന് ബ്ലാക്ക് വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്ത് പിന്നെ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടില്ല, ഇതേപോലെ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബോക്കൊന്ന് കളർ കൊടുത്തേക്കാം. സോ ബോക്കൊന്ന് കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കളറ് ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് പെർമനൻ്റ് ആയിട്ടൊന്ന് കൊടുക്കുന്നുള്ളൂ. ഒരു ജസ്റ്റ് ഒരു ഇതാവാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് കൊടുത്തിട്ടുള്ളൂ. അത് അറിയാത്ത രീതിയിലാട്ടോ കൊടുത്തിട്ടുള്ളത്. വീണ്ടും പറയാൻ സോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സോ ഷെയർ ചെയ്യാൻ മറക്കരുത്, സോ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. മെയിനായിട്ട് അതാ പോകുന്നു ഇങ്ങോട്ട് വേടോ എന്ന് പറഞ്ഞിട്ട് വിളിച്ചു വരുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ടാപ്പ് ഇത് നമുക്ക് ഇതിൽ ഒട്ടിച്ചെടുക്കാം. അതാണ് നമ്മളെ പരിപാടി. സോ ഇത് ഒട്ടിച്ചെടുക്കുന്ന ചടങ്ങാണ്. ഒട്ടിച്ചു കൊടുക്കുക. പിന്നെന്താടോ ഇതേപോലെ അങ്ങോട്ട് വെട്ടി കൊടുക്കുക. സോ ഇത് പിന്നെന്താ ഒരു ബുക്ക് അങ്ങോട്ട് എടുക്കുക. എന്നിട്ട് എന്താ അവിടെ ഇങ്ങനെ ഒട്ടിച്ചങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കുള്ള ഇഷ്ടപ്പെട്ടതാണ് കേട്ടോ ആയിട്ടുണ്ട്. സോ ഇത് അങ്ങനെയാണ് ഇത്രയും സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കിയത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സോ സബ്സ്ക്രൈബ് ചെയ്യുക, സോ സപ്പോർട്ട് ചെയ്യുക. ബൈ. നമ്മൾ ഹൈ ലെവൽ എത്തിക്കഴിഞ്ഞാൽ ഗിവ് അവേ ഒക്കെ കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതേപോലെ ഒട്ടിച്ചെടുക്കുക. സോ ബൈ. അടുത്ത വീഡിയോ വീണ്ടും കാണാം. സോ ബൈ ബൈ.